എല്ലാ വർഷവും മാർച്ച് 3 കേൾവി ദിനമായിട്ട് ആചരിച്ചു പോവുകയാണ്. അതുപോലെ ഇപ്രാവശ്യവും നമ്മൾ വളരെ വിപുലമായി ആചരിക്കുന്നുണ്ട്. അതിൽ ഇപ്രാവശ്യത്തെ സ്ലോഗൻ തന്നെ സമൂഹത്തിൽ നിന്ന് ക്ലാസ് മുറികളിലേക്ക്. അതിൻ്റെ അർത്ഥം നമ്മുടെ എല്ലാ കുട്ടികളിലും ശ്രവണ അല്ലെങ്കിൽ കേൾവിയായി ബന്ധപ്പെട്ടിട്ട് രോഗങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് കണ്ടെത്തുകയും അതിന് ചികിത്സ നൽകുക എന്നുള്ളതാണ് നമ്മൾ തുടർന്ന് വരുന്ന പരിപാടിയാണ്. എന്നിരുന്നാലും ഇപ്രാവശ്യത്തെ സ്ലോഗൻ അതാണ്, എന്ന് വെച്ചാൽ കുട്ടികളിലേക്കുള്ള ശ്രദ്ധ. അതിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ ജീജ, ജില്ലാശുപത്രി കാഞ്ഞങ്ങാട് ജില്ലാശുപത്രി സൂപ്രണ്ട്. മാർച്ച് 3 ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ലോക കേൾവി ദിനമായിട്ട് ആചരിച്ചു വരികയാണ്. ശ്രവണ ശേഷിയുടെ പരിചരണത്തിനും അതുപോലെ ചെവിയുടെ അസുഖങ്ങളുടെ പരിചരണത്തിനും വേണ്ടിയുള്ള ഒരു ദിനമാണിത്. ശ്രവണ വൈകല്യങ്ങളെപ്പറ്റിയും കർണ രോഗങ്ങളെപ്പറ്റിയും അതിൻ്റെ ചികിത്സയെപ്പറ്റിയും റീഹാബിലിറ്റേഷനെ പറ്റിയും പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കുക എന്നുള്ളതാണ് ഈ ദിനാചരണത്തിൻ്റെ ഉദ്ദേശം. പ്രത്യേകിച്ച് കുട്ടികളിൽ ജനിച്ച ഉടനെ തന്നെ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് കർണ പരിശോധന OAE നടത്തി വരുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കർണരോഗങ്ങൾ അതുപോലെ ശ്രവണ വൈകല്യങ്ങൾ കണ്ടെത്തുകയും ആവശ്യമായ ചികിത്സ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2026 കേൾവി ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ക്ലാസ് മുറികളിലേക്ക് എന്നുള്ളതാണ്. സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നാം കർണരോഗങ്ങളുടെയും സ്ക്രീനിങ് നടത്തി വരുന്നുണ്ട്. അങ്ങനെ ചികിത്സ ആവശ്യമായിട്ടുള്ള കുട്ടികളെ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയും ആവശ്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ ലോക കേൾവി ദിനം കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെ ആഭിമുഖ്യത്തിൽ അനുചിതമായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ജില്ലാ ആശുപത്രി ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വിഷയത്തെ പറ്റിയുള്ള പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടിയുള്ള പോസ്റ്റർ പ്രദർശനം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കേൾവി ദിനത്തിൻ്റെ ആചരണത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഞാൻ ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഞാൻ 1998 ഇവിടെ ആദ്യമായി ENT ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്ത്. അന്നേരം നമ്മൾ പരിമിതമായ സൗകര്യത്തിൽ ENT വിഭാഗം പ്രവർത്തിച്ചിരുന്നു. സർജറികൾ അത്യാവശ്യം നമ്മൾ ചെയ്തു പോകുന്നുണ്ടായിരുന്നു. 2015 നമ്മുടെ NPPCD എന്ന വിഭാഗം ഇവിടെ ജില്ലാശുപത്രിയിൽ ആരംഭിച്ചത്. അത് തൊട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ചും കുട്ടികൾക്കുള്ള പല കാര്യങ്ങളും, ഉദാഹരണത്തിന് കുട്ടികളുടെ ഹിയറിംഗ് സ്ക്രീനിങ്, ജനിച്ച കുട്ടികളുടെ ഹിയറിംഗ് സ്ക്രീനിങ്, പിന്നെ ഇവർ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക് നമ്മൾ ക്യാമ്പ് സംഘടിപ്പിക്കൽ, പിന്നെ ഇവർക്ക് ഹിയറിംഗ് എയ്ഡ് വിതരണം, പിന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, പിന്നെ അവർക്ക് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ചെവിക്ക് വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും പിന്നെ അതിന് പ്രത്യേക ചികിത്സ ഇവിടെ ലഭ്യമാക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പല ENT സർജറികളും നമ്മളിവിടെ ചെയ്തു പോന്നു. പിന്നീട് നമ്മൾ വല്ല കുട്ടികൾക്കും കൂടുതലായിട്ടുള്ള ആവശ്യങ്ങൾ, അതായത് കൂടുതലായിട്ട് ഇപ്പം ശസ്ത്രക്രിയ നമ്മൾക്കിവിടെ ചെയ്യാൻ പറ്റാത്ത ശസ്ത്രക്രിയകൾ വല്ലതും വേണ്ടി വന്നാൽ നമ്മൾ അവരെ മെഡിക്കൽ കോളേജിലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ അയക്കാറുണ്ട്. പിന്നെ ഉദാഹരണത്തിന് കുറേ കുട്ടികൾ നമ്മൾ ഇവിടുന്ന് അയച്ച് കോക്ലിയർ ഇംപ്ലാന്റൊക്കെ ചെയ്ത് വളരെ സന്തോഷകരമായി തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഹെൽത്ത് സെൻറ്ററിലും പ്രൈമറി സെൻറ്ററിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലൊക്കെ ഹിയറിംഗ് സ്ക്രീനിങ്ങും പിന്നെ ക്യാമ്പുകളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇതുവരെയും വളരെ നല്ലൊരു അനുഭവം തന്നെയാണ്. പിന്നെ NPPCDൻ്റെ മേധാവിയായി ഞാനിപ്പോൾ ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. ഈ മാർച്ച് 3 പ്രത്യേകിച്ച് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ കേൾവിക്കുറവ് പരിഹരിക്കാനും കുട്ടികളുടെ കേൾവി വളരെ സംരക്ഷിക്കാനും ആണ് നമ്മൾ കൂടുതലായിട്ട് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കുട്ടികളെ ENT ഡോക്ടേഴ്സിനെ കാണിക്കാനും അതിന് വേണ്ട ചികിത്സ വളരെ നേരത്തെ തന്നെ ഉറപ്പാക്കാനും രക്ഷിതാക്കളും അതുപോലെ അധ്യാപകന്മാരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മാർച്ച് 3 ലോക കേൾവി ദിനമാണ്.
ഈ മാർച്ച് 3-ന് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഉള്ള സന്ദേശം കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. കുട്ടികളുടെ കേൾവി സംരക്ഷിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അച്ഛനമ്മമാർ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ കേൾവി ശ്രദ്ധിച്ച് നോക്കണം. കുട്ടികൾക്ക് എന്തെങ്കിലും ചെവിയുടെ അസുഖങ്ങളോ എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും അങ്ങനെ ശ്രദ്ധക്കുറവോ അല്ല കുട്ടികൾ പഠിത്തത്തിൽ വല്ലതും പിന്നോക്കം പോകുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകന്മാരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ ബുദ്ധി വികാസത്തിനും അവരുടെ എല്ലാ ആക്ടിവിറ്റീസിനും കേൾവി വളരെ പ്രാധാന്യമുള്ളതാണ്. കുട്ടികളുടെ ചെവി വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതും അതുപോലെ കേൾവിക്കുറവ് വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കി അതിനുവേണ്ട ചികിത്സകൾ ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രാവർത്തികമാക്കേണ്ടതുമാണ്. ജനങ്ങളെ കേൾവി സംസാര പ്രശ്നങ്ങളിൽ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ കീഴിൽ ദേശീയ ബധിരത നിയന്ത്രണ പരിപാടി അഥവാ നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡെഫ്നെസ് NPPCD ആരംഭിച്ചത്. ഇതിലൂടെ നമുക്ക് കേൾവി പ്രശ്നങ്ങൾ ജില്ലയിലുള്ള കേൾവി പ്രശ്നങ്ങൾ കണ്ടെത്തുവാനും അവരെ പുനരധിവസിപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ട്. കൂടാതെ ENT പ്രശ്നങ്ങൾ അതുപോലെ അവർക്ക് ആവശ്യമായ സർജറികൾ അവർക്ക് ആവശ്യമായ മറ്റ് കേൾവി സംരക്ഷണ കാര്യങ്ങളെല്ലാം തന്നെ ഈ പദ്ധതിയിലൂടെ നടപ്പാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കേൾവി പ്രശ്നങ്ങളോ കാര്യങ്ങളോ കേൾവിയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളോ അതുപോലെ കുട്ടികളുടെ കേൾവി പരിശോധന അതായത് OAE എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകളുണ്ട്. കുട്ടികൾ ജനിച്ചു വീണാൽ അപ്പം തന്നെ ആ സമയത്ത് തന്നെ ചെയ്യുന്ന ടെസ്റ്റാണ് OAE. ഇതൊക്കെ ചെയ്യാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇന്ന് ജില്ലാശുപത്രി, ജനറൽ ആശുപത്രി, താലൂക്ക് ആശുപത്രികളിൽ ലഭ്യമാണ്. ഈ പദ്ധതിയിലൂടെ നമുക്ക് ഒരുപാട് പേരെ പുനരധിവസിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ശ്രവണനഷ്ടം ഒരു പ്രധാന പൊതുജനാരോഗ്യ പ്രശ്നമാണ്. ലോകത്തെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ഇത് ബാധിക്കുന്നു. ആശയവിനിമയം, വിദ്യാഭ്യാസം, സാമൂഹിക ഇടപെടൽ എന്നിവയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് കേൾവിക്കുറവ് മൂലം ഉണ്ടാകുന്നത്. കേൾവിക്കുറവ് മൂലം സംസാരശേഷി കുറയുകയും അതൊരു വ്യക്തിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുകയും അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു. ശരിയായ പരിശോധനയും ചികിത്സയും ലഭിക്കുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാവുന്നതേയുള്ളൂ. നല്ല കേൾവി ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസവും ആശയവിനിമയ ശേഷിയും അതോടൊപ്പം നല്ലൊരു ജീവിതത്തിലേക്കുള്ള വഴിയും തുറക്കുന്നു. കുട്ടികളുടെ കേൾവി പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കുട്ടികളുടെ സംസാരവും കേൾവിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ എല്ലാ കുട്ടികളുടെയും കേൾവി പരിശോധന ജനിച്ച് ആദ്യത്തെ 24 hours ശേഷം നിർബന്ധമായും ചെയ്യേണ്ടതാണ്. അതിനുശേഷം വല്ല ഫോളോ അപ്പ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പിൽ വീണ്ടും പരിശോധന 6 മാസത്തിനുള്ളിൽ എല്ലാ കുട്ടികളുടെയും കേൾവി പരിശോധന ഫോളോ അപ്പ് ചെയ്ത് കുട്ടികളുടെ കേൾവി പരിശോധനയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് 6 മാസത്തിനുള്ളിൽ കേൾവി പരിശോധന വീണ്ടും ഫോളോ അപ്പ് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടർ പരിശോധന ചെയ്യേണ്ടതാണ്. അതായത് ബെറ ടെസ്റ്റ്, കോക്ലിയർ ഇംപ്ലാന്റ്, സ്പീച്ച് തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഹിയറിംഗ് എയ്ഡ് എന്നിങ്ങനെയുള്ള മാർഗങ്ങളിൽ കൂടി നമുക്ക് അത് പരിഹരിക്കാവുന്നതാണ്. വാച്ച് ആൻഡ് വെയിറ്റ് ചെയ്യാതെ സ്ക്രീൻ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കുക. കേൾവിക്കുറവ് നേരത്തെ കണ്ടെത്തി പുനരധിവാസം വേഗത്തിലാക്കേണ്ടതാണ്. ഈ ലോക കേൾവി ദിനത്തിൽ നമുക്കൊരുമിച്ച് ഒരു തീരുമാനമെടുക്കാം. നിങ്ങളുടെ കേൾവി പരിശോധിക്കുക. ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് അവഗണിക്കരുത്. ശരിയായ സമയത്ത് തിരിച്ചറിഞ്ഞാൽ കേൾവിക്കുറവിന് ഒരു അവസാനമല്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല. NPPCDയും ആരോഗ്യ വകുപ്പും നിങ്ങളോടൊപ്പമുണ്ട്. ഭയപ്പെടേണ്ടതില്ല, മറിച്ച് മുന്നോട്ട് വരൂ. കേൾവി സംരക്ഷിക്കാം, സംസാരം സംരക്ഷിക്കാം, ബന്ധങ്ങൾ സംരക്ഷിക്കാം. കാരണം നല്ല കേൾവി നല്ല ജീവിതത്തിൻ്റെ ശബ്ദമാണ്. കേൾവിക്കുറവ് പെട്ടെന്നുണ്ടാകുന്ന ഒന്നല്ല, ചില ലക്ഷണങ്ങൾ കൂടി ഉണ്ടാകുന്ന ഒന്നാണ്. നിങ്ങളിപ്പോൾ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആളോട് പറഞ്ഞത് ഒന്നും കൂടി പറയാമോ എന്ന് ചോദിക്കേണ്ടി വരാറുണ്ടോ? അതുപോലെ ഒരാളോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആൾ പറഞ്ഞത് അത്ര ക്ലിയർ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ വീട്ടിലിരുന്ന് TV കാണുമ്പോൾ വീട്ടുകാർ ഇതിനെന്താ ഇത്ര സൗണ്ടിൽ TV വെക്കുന്നതെന്ന് ചോദിക്കാറുണ്ടോ? ഇതൊക്കെ സാധാരണ കാര്യങ്ങളാണെങ്കിലും ചിലപ്പോൾ ഇതൊക്കെ കേൾവിക്കുറവിൻ്റെ ലക്ഷണങ്ങളുമായിരിക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കേൾവി പരിശോധനയ്ക്ക് വിധേയമാവുകയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. മാർച്ച് 3 ലോക കേൾവി ദിനം. ഈ ദിനം ശ്രവണാരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശ്രവണനഷ്ടം മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കേൾക്കാൻ കഴിയുന്നത് നമ്മെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും സമൂഹത്തോടും ബന്ധിപ്പിക്കുന്നു. ശരിയായ സമയത്ത് കേൾവി പരിശോധന നടത്താതിരിക്കുകയോ ചെവികളുടെ സംരക്ഷണം ഉറപ്പുവരുത്താതെയോ ഇരുന്നാൽ അത് ശ്രവണക്ഷയം അഥവാ ഹിയറിംഗ് ലോസിന് കാരണമാകുന്നു.
ശ്രവണശേഷി നഷ്ടമായാൽ ആശയവിനിമയം അപൂർണമാണ്. അതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ബ്രേക്ക് അവിടെ സംഭവിക്കുന്നു. ഇന്ന് ഈ കേൾവി ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം, നമ്മുടെ ചെവികളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നാം നൽകും. അതോടൊപ്പം ആവശ്യം വന്നാൽ കേൾവി ടെസ്റ്റ് നടത്തുകയും മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ചെയ്യും.